ദാ ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നു വാൽപ്പാറൈ. പൊള്ളാച്ചി 63 കിലോമീറ്റർ. പൊള്ളാച്ചി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് എപ്പോഴും ഇഷ്ടംപോലെ ബസ്സുകൾ പാലക്കാട് നിന്നും അവൈലബിൾ ആണ്. പൊള്ളാച്ചി ടു പാലക്കാട് 40 കിലോമീറ്റർ ഉള്ളെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഞാൻ നടന്ന് വാൽപ്പാറ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണ്? എങ്ങോട്ടൊക്കെയോ പോകുന്ന ബസ്സാണ്. കല്ലാർ പോകുന്ന ബസ്സാണ് കേട്ടോ. ഇത് ഷേക്കൽമുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ്. രണ്ടും കട്ട് ചേസ് ബസ്സാണ്, ചെറിയ ബസ്സാണ്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ചായക്കട ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇറക്കമാണ്. അത്രയും ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് നടന്ന് കയറി വരണ്ടേ. ഇവിടെ അടുത്ത് വേറെ എവിടെ നിന്നെങ്കിലും ചായ കുടിക്കാം. ഇതിവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേ അവിടെ ആയിട്ടൊരു ചായക്കട കാണുന്നുണ്ട്. അവിടെ നിന്നൊരു ചായ കുടിക്കാം. എന്നിട്ട് നമുക്ക് ബാഗ് എടുത്തിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്കൊന്ന് പോയിട്ട് വരാം. അക്കാമലയിലേക്ക് പോകാനൊരു ആഗ്രഹമുണ്ട്. നോക്കട്ടെ, അങ്ങോട്ടേക്ക് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇതാ കണ്ടില്ലേ, ഒരുപാട് കടികളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാം. വാഴക്കാപ്പമൊക്കെ ഇടുവാണ്, ചൂട് വാഴക്കാപ്പം. അങ്ങനെ ചായ എല്ലാം കുടിച്ചു. ചായ സാധാരണ തമിഴ്നാട്ടിൽ നിന്നും കുടിക്കുന്ന ചായയുടെ അത്ര നല്ല ചായ അല്ലായിരുന്നു. അങ്ങനെ ചായ എല്ലാം കുടിച്ചതിന് ശേഷം റൂം വെക്കേറ്റ് ചെയ്തു. റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഞാൻ അക്കാമലൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതാ ഒരു ബസ് വാൽപ്പാറയ്ക്ക് വന്ന ബസ്സാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വന്നതാണ്. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ബസ് നിർത്തുന്ന സ്ഥലമാണ്. അവിടെ ഏത് ബസ്സാണ് നിൽക്കുന്നതെന്ന് നോക്കാം. അക്കാമലൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ് നോക്കിയാണ് വന്നത്. പക്ഷേ വെള്ളമലൈ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഈ ബസ് അക്കാമലൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന ബസ്സും ഈ ബസ് വെള്ളമലൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന ബസ്സും. വെള്ളമലൈ ഇവിടെ നിന്നും 11 കിലോമീറ്ററും അക്കാമലൈ ഇവിടെ നിന്നും 15 കിലോമീറ്ററും. ഏത് ബസ്സിൽ വേണമെങ്കിലും നമുക്ക് പോകാം. രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് പോകാം. വെള്ളമലൈ ബസ് ഏകദേശം ഫുള്ളായിരിക്കുവാണ്. നമുക്ക് അക്കാമലയിലേക്ക് കയറാം. അങ്ങനെ നമ്മുടെ അക്കാമലൈ പോകുന്ന ബസ്സിലെ ഡ്രൈവർ കയറിയിരിക്കുവാണ്. ബസ് ഇപ്പോൾ പുറപ്പെടും. അങ്ങനെ നമ്മുടെ ബസ് പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. അക്കാമല വരെ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപ. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നിലേക്ക് പോയപ്പോഴും താഴെയായിട്ട് നോക്കിയേ വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടമല്ല, ഒരു നദി ഒഴുകി വരുന്നുണ്ട്. എന്തായാലും കൊള്ളാമല്ലേ ആ ഒരു സ്ഥലം. അവിടെ തുണിയലക്കലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. തേയിലത്തോട്ടവും കുന്നും മലയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്കെല്ലാം ഉള്ള പല വഴികൾ ഇതുപോലെ തന്നെയാണ് കാണാൻ. എന്തായാലും നല്ല തണുത്ത കാറ്റെല്ലാം ബസ്സിനകത്തേക്ക് വീശുന്നുണ്ട്. നല്ലൊരു ഫീൽ ഈ ഒരു വിൻഡോ സീറ്റിലിരിക്കാൻ. ഇതെവിടെയായിട്ട് നോക്കിയാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു പാലത്തിന് താഴെയായിട്ട് ഒരു ചെറിയൊരു തോടെല്ലാം ഒഴുകി പോകുന്നുണ്ട്. വാൽപ്പാറയിലെ വീടുകളെല്ലാം ഒരു ലോങ് വ്യൂ ആയിട്ട് ഈ ഒരു കയറ്റം കയറി പോകുമ്പോഴേ കാണാം. വളവുകളും തിരിവുകളും കയറി ബസ് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പച്ചമലൈ 3 കിലോമീറ്റർ. ഓരോ സ്ഥലങ്ങൾക്കും മലൈ എന്നാണ് പേര്. മലൈ, പിന്നെ പാറ, അങ്ങനെയൊക്കെയാണ് പേര്. ഇതാ ഇവിടെ ആയിട്ട് നോക്കേ നല്ല മനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായിട്ട്. അത് കൊള്ളാം അല്ലേ. നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് തേയിലത്തോട്ടത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളെല്ലാം കാണാം. താഴെയായിട്ട് കണ്ടില്ലേ, അവിടെ എല്ലാം ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇവിടെ ആയിട്ട് കുറച്ചും കൂടെ നല്ല മനോഹരമായിട്ട് പച്ച കളറിൽ തേയിലത്തോട്ടം കാണാം. എവിടെയായിട്ട് നോക്കേ ഹൈറ്റുള്ള ടൈപ്പ് മരങ്ങൾ. സാധാരണ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, വാഗമൺ അവിടെ എല്ലാം ഈ ടൈപ്പ് മരങ്ങൾ കാണും. നല്ല ഭംഗിയാണിത് കാണാൻ. നല്ല വലിയ വളവുകളാണ് കേട്ടോ. നിങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടും വണ്ടി ഓടിക്കുക. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് നോക്കി നല്ല ചെത്തി മിനുക്കിയിട്ടിരിക്കുന്ന തേയിലത്തോട്ടമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് ബസ് നിർത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പേരാണ് നടുമലൈ. എവിടെയായിട്ട് നോക്കിയേ ചെറിയൊരു അമ്പലമൊക്കെ കാണുന്നുണ്ട്. ഒരു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. കണ്ടക്ടർ വിസിലടിച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് എല്ലാം നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര് പച്ചമലൈ. ശരിക്കും എല്ലാ ഭാഗത്തായിട്ടും പച്ച കളറിൽ മല, അതുകൊണ്ടായിരിക്കും പച്ചമലൈ എന്ന് പേരിട്ടത് ആയിരിക്കാം. ദൂരെയായിട്ട് മലമുകളിലായിട്ട് കോടമഞ്ഞെല്ലാം കാണാം. നമ്മൾ മൂന്നാറിലെല്ലാം പോകുമ്പോൾ അവിടേക്ക് കാണുന്നത് പോലത്തെ മരം, ചുമപ്പ് കളർ പൂവ്,
ഇവിടെ അതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. ഇപ്പോഴൊരു തേയില ഫാക്ടറിയുടെ അടുത്ത് വന്നിരിക്കുവാണ്. ദ പെരിയ കാരമലൈ ടീ ആൻഡ് പ്രൊഡ്യൂസ്, കാരമലൈ ടീ ഫാക്ടറി. അതിന്റെ ഫ്രണ്ടിൽ ബസ് നിർത്തിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് കാണും. ആ ഒരു തേയില ഫാക്ടറിയിലേക്ക് വരുന്നവരെ ലക്ഷ്യമിട്ടുള്ള ബസ് സ്റ്റോപ്പ്. യെസ്, ഇതാ കണ്ടില്ലേ, ബസ് നിർത്തിയിരിക്കുവാണ്. എത്തിയോ, സ്ഥലം എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴിതാണോ ആനമലൈ? അപ്പോഴിതാണോ നമ്മൾ വന്ന സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? അക്കാമലൈ. അപ്പോഴിതാണെന്ന് തോന്നുന്നു കേട്ടോ, അക്കാമലൈ ലാസ്റ്റ് സ്റ്റോപ്പ്. ബസ് വളച്ച് നിർത്തിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറി കണ്ട് ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് കരുമലൈ. അങ്ങനെ കരുമലൈ ടീ ഫാക്ടറിയാണ് ആ കാണുന്നത്. ഇവിടെ ആയിട്ട് നോക്കിയ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. താഴെയായിട്ട് നോക്കിയ ഒരു പോസ്റ്റ് ഓഫീസ് കെട്ടിടം കൊള്ളാലോ. അത് കൊള്ളാലേ. അപ്പോഴീ കാരമലയിൽ വന്നിട്ട് ബസ് തിരികെയാണ് പോകുന്നത് ഈ നമ്മൾ പോകുന്ന അക്കാമലൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അങ്ങനെ ഈ കരുമലൈ എന്ന് പേര് വന്നത്, കരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പ്, അതായത് മഞ്ഞ് മൂടിയ അന്തരീക്ഷമായിരിക്കും ഇവിടെ മിക്കപ്പോഴും. ഇതാ കണ്ടില്ലേ, ഇപ്പോഴും ഒരു മഞ്ഞ് മൂടിയ ഒരു അന്തരീക്ഷമാണ്. മഞ്ഞ് മൂടി ഇരുണ്ട് കറുത്തതുപോലത്തെ ആ ഒരു മല, അങ്ങനെയാണ് കരുമല എന്ന് പേര് വന്നത്. ഇവിടുത്തെ തേയില രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ അടുത്തായിട്ട് ബാലാജി ടെമ്പിൾ ഉണ്ട് കേട്ടോ. എവിടെയോ ആണത്. ഇവിടെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ ബാലാജി ടെമ്പിൾ 1 കിലോമീറ്റർ. ഇവിടെ നിന്നും 1 കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്കുള്ള ദൂരം. നമ്മൾ ആ റൂട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ആണോ എന്ന്. നമ്മൾ നല്ല ഹൈറ്റിൽ വന്നു കേട്ടോ, നല്ല ഉയരെ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഇനിയും കയറ്റം കയറിക്കൊണ്ടിരിക്കുവാണ്. ഈ വളവ് വളഞ്ഞങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ട് വണ്ടികളെല്ലാം നിർത്തിയിരിക്കുന്നത് കാണാം. ഇവിടെ നിന്ന് ആരോ മാർക്ക് ലെഫ്റ്റിലേക്ക് കാണിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് ബാലാജി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. 500 മീറ്ററേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന്. നമുക്കെന്തായാലും ആ ഒരു അക്കാമലൈ അവിടം വരെ പോയിട്ട് തിരികെ വരാം. ഇവിടെ ചെറിയൊരു അമ്പലം എല്ലാം കാണുന്നുണ്ട്. കൊള്ളാലോ, 2 സൈഡിലായിട്ടും തൂണ് പോലെ വലിയ മരം. ഈ ഒരു സ്ഥലം കൊള്ളാം. അങ്ങനെ ബാലാജി ടെമ്പിളിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റോപ്പിൽ നിന്നും വീണ്ടും ബസ് മുന്നിലേക്ക് പോവുകയാണ്. അക്കാമലൈ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം അക്കാമലയുടെ ഭാഗമാണ്. അവിടെ ആയിട്ട് അക്കാമലൈ പോസ്റ്റ് ഓഫീസ് കണ്ടായിരുന്നു. ബസ് പെട്ടെന്ന് അങ്ങ് പാസ്സായി അതിന് മുന്നിലായിട്ട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഓഫീസായിട്ട് തോന്നില്ല, ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് പോലെയാണ് തോന്നുന്നത്. തിരികെ പോകുമ്പോൾ ഞാനത് കാണിച്ചു തരാം കാണുകയാണെന്നുണ്ടെങ്കിൽ. ഇത് മുകളിലായിട്ട് റോഡ് പോയിരിക്കുന്നത് നോക്കേ. നമ്മൾ അതേപോലെയുള്ള റോഡ് വഴിയാണ് മുകളിലേക്ക് കയറി വന്നതും. ആ വളവ് വളഞ്ഞ് മുകളിലേക്ക് പോകുന്നതും ഓരോരോ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ കൊടും ഒരു വളവായിരുന്നു. വണ്ടി വളച്ചിട്ട് റിവേഴ്സ് എടുത്തിട്ടാണ് വീണ്ടും തിരിച്ചു പോകുന്നത്. ഒറ്റ വളവിൽ വളഞ്ഞു വരാത്ത വഴിയാണ്. അതും കട്ട് ചേസ് ബസ്സായിട്ട് പോലും. ഒന്ന് ആലോചിച്ച് നോക്കേ, ചെറിയ ബസ്സാണിത്, എന്നിട്ട് പോലും ഒറ്റ വളവിൽ വളഞ്ഞില്ല. അത്രയും റിസ്ക് ഉള്ള വഴിയാണ് ഈ വഴികൾ. അതുകൊണ്ട് നിങ്ങൾ അക്കാമലയിലേക്ക് പ്രൈവറ്റ് വാഹനങ്ങളിൽ വരുവാണെന്നുണ്ടെങ്കിൽ വളരെ കെയർ ചെയ്ത് മാത്രം വണ്ടി ഓടിക്കുക. ഈ ഒരു സ്ഥലത്തിൻ്റെ രീതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ബസ് നിർത്താറായെന്നാണ് തോന്നുന്നത്. അവസാനത്തെ സ്റ്റോപ്പ് എത്താറായെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ആളും പേരും ഒക്കെ ഉള്ളൊരു സ്ഥലം വന്നിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു ഇതാണെന്ന്, അക്കാമലയുടെ അവസാനത്തെ സ്റ്റോപ്പ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ക്രിസ്ത്യൻ പള്ളിയെല്ലാം കാണുന്നുണ്ടല്ലോ. ഇവിടം വരെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി 2 കുലുക്കമൊക്കെ കുലുങ്ങി വണ്ടി വളയ്ക്കുന്നുണ്ട്. ഫാക്ടറി ആരോ മാർക്ക് അങ്ങോട്ടേക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടം വരെ ഉള്ളു കേട്ടോ ബസ്. വണ്ടി തിരിക്കുവാണ്. ഇവിടെ നിന്നും കുറച്ച് ആൾക്കാർ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവസാനത്തെ സ്റ്റോപ്പായിട്ടുള്ള അക്കാമലയിൽ ഇറങ്ങി നിൽക്കുവാണ്. ബസ് ഇപ്പോൾ തിരികെ പുറപ്പെടും, തിരികെ വാൽപ്പാറയിലേക്ക്. പിന്നെ ഈ ഒരു സ്ഥലത്തിന് അക്കാമല എന്ന് പേര് വന്നത്, അക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് എന്നാണ് അർത്ഥം. അതായത് ഒരുപാട് മലകൾക്ക് അകത്തായിട്ട്, ഉള്ളിലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ അക്കാമലൈ. ചുറ്റും മലനിരകൾ, അതിനുള്ളിലായിട്ട് നിൽക്കുന്ന ഒരു മല, അതാണ് ഈ അക്കാമലൈ, അകത്തുള്ള മല. ഇവിടെ ആയിട്ടെല്ലാം തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളെല്ലാമാണ്. ഇവിടെ ആയിട്ടൊരു ക്രിസ്ത്യൻ പള്ളി കാണുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഫാക്ടറി എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് അക്കാമലയിൽ. എന്തായാലും ദൂരെയായിട്ട് നോക്കിയാൽ നല്ലൊരു വ്യൂ ഉണ്ടല്ലേ കാണാൻ. അങ്ങോട്ടേക്കെല്ലാം കാണുന്നത് തേയിലത്തോട്ടമാണ്. സോറി, ആ കാണുന്നത് തേയിലത്തോട്ടമല്ല. ഈ താഴെയായിട്ട് കാണുന്നില്ലേ, ഈ കാണുന്നതെല്ലാം തേയിലത്തോട്ടമാണ്. എങ്ങോട്ടേക്ക് പോയാലും തേയിലത്തോട്ടമാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ശ്രീ ബാലാജി ടെമ്പിൾ എന്ന് പറഞ്ഞ് കണ്ടില്ലായിരുന്നോ? അങ്ങോട്ടൊന്ന് കയറിയിട്ട് പോവാം. ഈ കാണുന്ന പള്ളിയുടെ പരിസരത്തേക്കൊന്ന്
ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം, ഡ്രൈവറും കണ്ടക്ടറും വരുന്നതിന് മുന്നേ ആയിട്ട്. ചെറിയൊരു പള്ളിയാണ് കേട്ടോ. വെള്ളം ഗളഗള വീഴുന്ന സൗണ്ട് പോതോ അവിടെ ആയിട്ട് വാട്ടർ ടാങ്കിലേക്ക് വെള്ളം വീഴുവാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളാണ്. ഇവിടെ ആയിട്ട് നോക്കേ, ചെറിയൊരു സ്കൂളെല്ലാം കാണുന്നുണ്ട്, ഒരു പ്ലേ സ്കൂൾ. അതിന് ബാക്കിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ഒരു ലയങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതോ അവിടെ ദൂരെയായിട്ട് കാണുന്നത് ചെറിയൊരു അമ്പലമാണെന്നാണ് തോന്നുന്നത്. ആ ഒരു പരിസരം കൊള്ളാം അല്ലേ. ഇതോ അവിടെ ആയിട്ട് നോക്കിയേ, അങ്ങോട്ടേക്ക് കയറി പോകുന്ന ആ ഒരു സ്റ്റെപ്പുകൾ, മുകളിലേക്ക് പോകുന്ന ആ സ്റ്റെപ്പുകളെല്ലാം കൊള്ളാം അല്ലേ. അങ്ങനെ നടന്ന് 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 മുകളിലേക്ക് പോവാം. നമുക്ക് തിരികെ പോകാനുള്ള ബസ്സിലെ ഡ്രൈവർ ചേട്ടൻ കയറുവാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ പറഞ്ഞില്ലായിരുന്നോ ഒരു ബസ് സ്റ്റോപ്പ് പോലെ തോന്നിയെന്ന് പോസ്റ്റ് ഓഫീസ് കണ്ടപ്പോഴേ. ഈ കാണുന്നതാണ് പോസ്റ്റ് ഓഫീസ്, അക്കാമലൈ പോസ്റ്റ് ഓഫീസ്. കണ്ടില്ലേ, ശരിക്കും ഒരു ബസ് സ്റ്റോപ്പ് പോലെയല്ലേ തോന്നിയത്. മഴ ചാറുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അങ്ങനെ ഞാൻ ബാലാജി ക്ഷേത്രത്തിനടുത്ത് ബസ് വന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, അങ്ങോട്ടേക്ക് പോയപ്പോൾ 2 മരങ്ങൾക്ക് നടുവിലായിട്ട് നിൽക്കുന്ന ആ ഒരു ചെറിയൊരു അമ്പലമൊക്കെ അതിനടുത്തായിട്ട് വന്നിരിക്കുവാണ്. കൊള്ളാം അല്ലേ. ഇങ്ങനെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരിസരമെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പഴയ ഓടിട്ട കെട്ടിടങ്ങളെല്ലാം കാണാം. അതിന് താഴെയായിട്ട് ചെറിയ മിഠായിയൊക്കെ വിൽക്കുന്ന കൊച്ചു കൊച്ചു കടകളൊക്കെയാണ്. വെള്ളവും ചെറിയ സ്നാക്സ് എല്ലാം കച്ചവടം ചെയ്യുന്ന ചെറിയ ചെറിയ കടകൾ. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് അടുപ്പ് പുകഞ്ഞ് ആ ഒരു പുക പോകുന്നത് എല്ലാം കാണാനൊരു പ്രത്യേക ഫീൽ ഉണ്ടല്ലേ. ഇതാ ഇവിടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ഒരു തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന ആ ഒരു ലയങ്ങളൊക്കെയാണ്. ഇവിടെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയും പിന്നെ ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ടൈം രാവിലെ 9 മണിക്കും വൈകുന്നേരം 3 മണിക്കും. ക്ലോസിംഗ് ടൈം ഉച്ചയ്ക്ക് 12 മണിക്കും. 3 PM. 3 PM എന്ന് ഉദ്ദേശിച്ചത് 8 ആണോ, ഇനി ആരെങ്കിലും മായ്ച്ചു കളഞ്ഞിരിക്കുന്നതാണോ? നൈറ്റ് എങ്ങനെയാണ് 3 മണിയാവുന്നത്? അപ്പോഴെന്തായാലും ഈ വഴി നമുക്ക് മുകളിലേക്ക് പോവാം. 500 മീറ്റർ മുകളിലേക്ക് പോകണമെന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് പയ്യെ നടന്നിട്ട് വരാം. ഇനി അടുത്ത ബസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മണിക്കൂറിൽ ഒരു ബസ് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഇതെവിടെ ആയിട്ട് നോക്കി, ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഒരു ചെറിയ ഗേറ്റൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നടന്നിട്ട് വരാം. അങ്ങനെ ഈ ശ്രീ ബാലാജി ടെമ്പിൾ നടത്തുന്നത് പെരിയ കാരമലൈ ടീ കമ്പനിയാണ്. അക്കാമലൈ ടീ എസ്റ്റേറ്റിനകത്തായിട്ടാണ് ഈ ഒരു അമ്പലം ഉള്ളത്. വാൽപ്പാറയിലെ തിരുപ്പതി എന്ന് ഇവിടെയുള്ളവർ ഈ ഒരു അമ്പലത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. എന്തായാലും നമുക്ക് മുകളിലേക്ക് നടന്നു പോവാം. നടന്നു പോകുന്ന വഴിയെല്ലാം നല്ല മനോഹരമായിട്ടുള്ള വഴിയാണ്. 2 ഭാഗത്തായിട്ടും തേയിലത്തോട്ടമെല്ലാമായിട്ട് ഇങ്ങനത്തെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നമുക്ക് മുകളിലേക്ക് നടന്നു പോവാം. അത്യാവശ്യം നല്ല കയറ്റമാണ് കേട്ടോ. ഇപ്പോഴേ ചെറിയൊരു ചാറ്റമഴ പെയ്തതുകൊണ്ടേ റോഡിൽ വെള്ളം വീണപ്പോഴും നല്ല കറുകറ കാണുന്നുണ്ട്. റോഡ് നല്ല ഭംഗിയുണ്ട്. പച്ച തേയിലത്തോട്ടത്തിനിടയിലായിട്ട് നല്ല കറുത്ത റോഡ്. നടന്ന് മുകളിലേക്ക് പോയ വഴിക്ക് കണ്ട കാഴ്ചയാണ്. നല്ലൊരു കയറ്റമാണ് കേട്ടോ. എന്തായാലും കാര്യമായി. ഇവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിന് മുകളിലേക്കാണ് അമ്പലത്തിലേക്ക് പോകേണ്ടത്. ഇനി 3 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. ഈ ഒരു ബോർഡ് താഴെ ഇട്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും നടന്ന് കയറി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തിരുന്നാൽ പോരായിരുന്നോ? ഇത്രയും നടന്ന് മുകളിലേക്ക് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. തിരികെ നമുക്ക് ബസ് നിൽക്കുന്ന പരിസരത്തേക്ക് പോവാം. ഇവിടെ ആയിട്ടൊരു സെക്യൂരിറ്റി എല്ലാം നിർത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ആന ഇറങ്ങിയിട്ട് വലിയ പ്രശ്നമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചെക്ക് പോസ്റ്റും ബോർഡും എല്ലാം ആന പറിച്ചു കളഞ്ഞെന്നാണ് പറഞ്ഞത്. എവിടെയായിട്ട് കമ്പിവേലി എല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പോഴിപ്പോഴേ സമയം വൈകുന്നേരം 3 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് അല്ലേ. 5 മണിക്ക് ക്ലോസ്. 5 മണിക്ക് ക്ലോസ് ആവുമെന്നാണ് പറഞ്ഞത്. ഞാനങ്ങനെ തിരികെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയപ്പോൾ എവിടെയായിട്ട് നോക്കി നമ്മളിങ്ങോട്ട് ബസ്സിൽ വന്നപ്പോഴേ കണ്ടില്ലായിരുന്നോ ഒരു മരം. ആ ഒരു മരം ഇവിടെ അടുത്തായിട്ട് നിൽപ്പുണ്ട്. എന്തായാലും കൊള്ളാല്ലേ, അതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ചുമന്ന പൂവ്. നടത്തം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെയും നിൽപ്പുണ്ട് നോക്കേ. അതായത് 2 തൂണുകൾ പോലെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതിനടുത്തായിട്ടുമുണ്ട് ആ ഒരു ചുമന്ന പൂവുള്ള മരം. നമ്മളതിന് താഴെ കൂടെ വന്നപ്പോഴേ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ തിരികെ നടന്ന് ബസ് സ്റ്റോപ്പിനടുത്ത് എത്തിയിരിക്കുവാണ്. ഞാൻ കയറിപ്പോയപ്പോഴേ കണ്ടില്ലായിരുന്നോ ഒരു ചെക്ക് പോസ്റ്റ്. ഇതിങ്ങ് താഴ്ത്തി വെച്ചൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ആരും മുകളിലേക്ക് പോയില്ലായിരുന്നു. അതായത് കാറൊന്നും ഓടിച്ച് മുകളിലേക്ക് ചെല്ലില്ലായിരുന്നു. ഞാൻ പോയപ്പോഴും അവിടെ ഒരു കാറ് വെറുതെ ഈ കയറ്റം എല്ലാം കയറി മുകളിൽ ചെന്നിട്ട് അവിടെ അകത്ത് കയറാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കേ. അന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ ബസ് കാത്ത് നിന്നപ്പോൾ വെള്ളമല ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ് വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. വെള്ളമല ടോപ്പ്, എന്തായാലും ഇതിലേക്ക് കയറാം. എന്തായാലും ബസ് കിട്ടി. വെള്ളമല ടോപ്പും കൂടെ പോയിട്ട് നമുക്ക് തിരികെ വാൽപ്പാറയിലേക്ക് വിടാം. സംഭവം ഞാൻ പെട്ടെന്നൊന്ന് വിശദീകരിച്ചു തരാം. നേരത്തെ ഞാൻ വാൽപ്പാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ബസ്സിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. പക്ഷെ പെട്ടെന്നായിരുന്നു വെള്ളമല ടോപ്പ് എന്ന് പറഞ്ഞൊരു ബസ് വന്നത്. അതിലേക്കാണ് ചാടി കയറിയത്. ഞാൻ നിന്ന ബാലാജി ടെമ്പിൾ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ നിന്നും ടോപ്പ് സ്റ്റേഷൻ വെള്ളമല ടോപ്പ് വരെ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 8 രൂപയാണ്. എന്തായാലും നമുക്കിവിടെ ഈ ബസ്സിൽ കയറി വെള്ളമല ടോപ്പ് വരെ പോയിട്ട് വരാം. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1:45 ആവുന്നുണ്ട്. ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോന്നേ. ഇവിടെ നിന്നും 6 കിലോമീറ്ററേ ഉള്ളൂ വെള്ളമല ടോപ്പിലേക്ക്. റോഡ് കുറച്ച് മോശമായിട്ട് കിടക്കുവാണ് കേട്ടോ. വണ്ടി കുലുങ്ങിയാണ് പോകുന്നത്. പ്രൈവറ്റ് വണ്ടികളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് കാറിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ട് വരുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു റോഡിന്റെ വർക്ക് നടക്കുവാണ്. വർക്ക് കഴിയുമ്പോഴേ നല്ല റോഡ് വരാൻ സാധ്യതയുണ്ട്. ഇതാ നമ്മൾ പോകുന്നതിന് സൈഡിലായിട്ട് നോക്കേ, ചെറിയൊരു അരുവിയെല്ലാം ഒഴുകി വരുന്നത് കാണാം. നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാൻ. അതിനോട് ചേർന്ന് ചെറിയൊരു അമ്പലമെല്ലാം ഉണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം, കണ്ണീര് പോലെയുള്ള വെള്ളം, ഒരു വേസ്റ്റ് പോലും ഇല്ല. എവിടെയായിട്ട് നോക്കിയ ചെറിയൊരു പാലം, അതിന് താഴെയായിട്ട് അരുവി, എല്ലാം കൊണ്ടും കൊള്ളാം. ഇതവിടെയായിട്ട് ഒരു ചെറിയൊരു പള്ളിയും കാണുന്നുണ്ട്. ഒരു ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുവാണ്. കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. സ്ഥലത്തിന്റെ പേര് ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നോക്കാം. ഇവിടത്തേക്ക് വീടുകൾ നോക്കേ, കൊള്ളാം അല്ലേ. ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേയില എസ്റ്റേറ്റും ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ വീടുകളെല്ലാം ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു ടീ എസ്റ്റേറ്റിന്റെ ഭാഗത്തുള്ള വീടുകളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. റോഡ് കുറച്ച് മോശമാണ്. കയറ്റം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്. സൂക്ഷിച്ച് നോക്കിക്കോണം. ഇവിടെ വളവ് വളയുമ്പോൾ നല്ലൊരു ചെറിയ വാട്ടർഫാൾസ് കാണാം. കണ്ടില്ലേ? അങ്ങനെ പെട്ടെന്ന് ചില കാര്യങ്ങൾ കാണും. ചിലതൊക്കെ വീഡിയോയിൽ കിട്ടും, ചിലതൊന്നും വീഡിയോ കിട്ടില്ല. ഇതാ കണ്ടില്ലേ, ഇവിടെയുണ്ട് ചെറിയൊരു അരുവി. നമ്മൾ പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനത്തെ അരുവികളെല്ലാം കാണാം കേട്ടോ. നല്ല ഹൈറ്റിലൂടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ സ്ഥലത്തിനെ വെള്ളമല ടോപ്പ് എന്ന് പറയുന്നത്. ടോപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പോൾ ശരിക്കും ഒരു കൊക്ക പോലെ ഫീൽ ചെയ്യുന്ന സ്ഥലത്തൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഉയരത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താഴെയായിട്ട് നോക്കി നല്ല സ്ലോപ്പായിട്ട് തേയിലത്തോട്ടം. ഒരുപാട് ഏക്കർ കണക്കിന്, ഏക്കറല്ല കിലോമീറ്റർ കണക്കിനാണ് തേയിലത്തോട്ടം. അങ്ങനെ വെള്ളമല ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് എത്തി കേട്ടോ. ഇവിടെ ബസ് ഹാൾട്ടിംഗ് ഒന്നുമില്ല. ആളെ ഇറക്കി വീണ്ടും തിരികെ പോവുകയാണ്, വാൽപ്പാറയ്ക്ക് പോവുകയാണ്. അങ്ങനെ എന്തായാലും നമുക്ക് ഏറ്റവും ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ എല്ലാം കണ്ട് നമുക്ക് വാൽപ്പാറയ്ക്ക് വിടാം. വെള്ളമലയെന്ന് പേര് വന്നത് എപ്പോഴും മേഘം മൂടിയൊരു അന്തരീക്ഷമായിരിക്കും, കോടമഞ്ഞെല്ലാം മൂടിയൊരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ വെള്ള കളറിൽ കാണാൻ സാധിക്കും ഈ ഒരു പ്രദേശമേ. അങ്ങനെയാണ് വെള്ളമലയെന്ന് പേര് വന്നത്. ഇതെവിടെയായിട്ട് നോക്കിയാൽ ചെറിയൊരു ചെക്ക് ഡാം എല്ലാം കാണാം. എന്തായാലും കൊള്ളാം അല്ലേ, നല്ല സ്ഥലം. അങ്ങനെ ഞാൻ വെള്ളമല ടോപ്പിൽ നിന്നും വാൽപ്പാറയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 12 രൂപയാണ് ടിക്കറ്റ് ചാർജ്. വലിയ ഹെയർപിൻ ബെൻഡുകളുണ്ട്. ഓക്കെ, വലിയ വളവാണ്. ഇതോ താഴെയായിട്ടും വേറെ റോഡുകൾ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്നത് കാണാം. ഇതാ കണ്ടില്ലേ, ഓരോരോ വളവുകളും വലിയ വളവുകളാണ്. താഴെയായിട്ട് ദൂരെയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളെല്ലാം കാണാം. അങ്ങനെ കുറേ ദൂരം തേയിലത്തോട്ടത്തിനിടയിലൂടെ യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഒരു ചെറിയൊരു അമ്പലമൊക്കെ ഉള്ളൊരു സ്ഥലം എത്തിയിരിക്കുകയാണ്. കുറേ വീടുകളെല്ലാം ഉണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ആ ഒരു ടൈപ്പ് വീടുകൾ തന്നെയാണ് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾ. എന്തായാലും ഇതുവഴിയിലൂടെയുള്ള യാത്രയെല്ലാം ഒരു പ്രത്യേക അനുഭവമാണ്.
അങ്ങനെ അവിടെ ബസ് നിർത്തിയതിന് ശേഷം ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഈ ക്വാർട്ടേഴ്സ് എല്ലാം കാണാനൊരു എന്തോ ഒരു പ്രത്യേകതയില്ലേ. ദൂരെയായിട്ടും ഉണ്ട് അതേപോലെ ഓടിട്ട ക്വാർട്ടേഴ്സുകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ റോഡിന് വീതി കുറവാണെന്ന്. ഓപ്പോസിറ്റ് സൈഡായിട്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് റിവേഴ്സ് എടുക്കുവാണ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലം എത്തിയിരിക്കുവാണ്. ഇവിടെ ആയിട്ട് ഇതാ ഒരു ചെറിയൊരു പുഴയെല്ലാം കാണാം. അവിടെ ആയിട്ട് ആൾക്കാരൊക്കെ നിന്ന് കുളിച്ചിട്ടൊക്കെ നിൽപ്പുണ്ട്. കൊള്ളാലോ ഈ ഒരു സ്ഥലം. ആ ഒരു നദി കണ്ടതിന് ശേഷം വാൽപ്പാറ ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. വാൽപ്പാറയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ആ ഒരു നദി. കൂഴങ്കൽ റിവർ എന്നാണ് ആ ഒരു നദിയെ പറയുന്ന പേര്. അങ്ങനെ വാൽപ്പാറ ടൗണിലേക്ക് ബസ് വളഞ്ഞ് വന്നിരിക്കുവാണ്. അങ്ങനെ ഞാനിവിടെ ബസ് വന്നിറങ്ങിയിരിക്കുവാണ്. ബസ്സിലേക്ക് ഒരുപാട് ആൾക്കാർ ഇടിച്ചു കയറുവാണല്ലോ. ഇത് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകുന്ന ബസ്സാണോ? ഇതാ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ സംഗതികൾ അകത്തേക്ക് വെക്കുവാണ്. അവിടെയൊക്കെ ആൾക്കാർ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളമല ടോപ്പിലേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. വീണ്ടും തിരികെ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോഴങ്ങോട്ടേക്ക് നല്ല തിരക്കുണ്ട് പോകാനേ. അങ്ങനെ ഞാനിവിടെ വാൽപ്പാറ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്നും ഒരു സ്ഥലത്ത് നിന്നും ബിരിയാണി കഴിച്ചു. 140 രൂപയായിരുന്നു ബിരിയാണി. അത്യാവശ്യം നല്ലൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ 140 രൂപയ്ക്കും 150 രൂപയ്ക്കൊക്കെ ബിരിയാണി വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ 2 പീസ് കാണും. പക്ഷേ ഇവിടെയൊക്കെ 1 പീസേ ഉള്ളൂ കേട്ടോ. അതൊരു എന്താ പറയുന്നത്, മുട്ട ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് 1 പീസും കൂടെ കിട്ടിയെങ്കിലല്ലേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അതെന്തായാലും നമ്മുടെ നാട്ടിലെ ബിരിയാണി തന്നെയാണ് എനിക്ക് ആ കാര്യത്തിൽ ഇഷ്ടം. 2 പീസ് കിട്ടുമല്ലോ. അപ്പോഴെന്തായാലും നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. അങ്ങനെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുവാണ്. ഞാൻ ഇവിടുത്തെ റൂം അവൈലബിലിറ്റി നോക്കി. റൂമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ശനിയാഴ്ച രാത്രി വരെ എല്ലാവരും റൂം എടുക്കത്തുള്ളായിരുന്നു. എല്ലാവരും ഇതിന് ശേഷം വെക്കേറ്റായിട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ നിന്നും ട്രെയിനിൻ്റെ ടിക്കറ്റ് അവൈലബിലിറ്റി നോക്കി. അതായത് നാട്ടിലേക്ക് ട്രെയിനിൻ്റെ കാര്യം ഇന്ന് അവൈലബിൾ ഒന്നും അല്ല. മാത്രമല്ല ഇന്ന് ഞാൻ പൊള്ളാച്ചിയിൽ എത്താനും പാടാണ്. കാര്യം രാത്രി 7:05 ഒരു ട്രെയിനുണ്ട്, അമൃത എക്സ്പ്രസ്. ആ ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകാൻ പറ്റും. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിലും കയറി പോവാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ നോക്കി, തിങ്കളാഴ്ച നോക്കിയപ്പോഴത്തേക്കും തിങ്കളാഴ്ച ഉണ്ട് കേട്ടോ. തിങ്കളാഴ്ച സ്ലീപ്പർ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ തിങ്കളാഴ്ചത്തേക്ക് രാത്രിത്തെ ആ ഒരു ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്. രാത്രി 7:05 ആ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി ഇവിടെ നിന്നും പൊള്ളാച്ചിയിൽ പോയിട്ട് സ്റ്റേ ചെയ്യാം. സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ പറമ്പിക്കുളവും അങ്ങനത്തെ കുറച്ച് പരിസരമൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം നമുക്ക് അവിടെ നിന്നും പറമ്പിക്കുളത്തെല്ലാം പോയിട്ട് വന്നതിന് ശേഷം രാത്രിയാകുമ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ കയറി നാട്ടിലേക്ക് വിടാം. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്നും പൊള്ളാച്ചി ബസ്സിൽ കയറി പൊള്ളാച്ചിയിലേക്ക് പോകാം. ഇവിടെ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്നതിന് 64 രൂപയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന്, പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് വന്നതിന് 64 രൂപയായിരുന്നു. അപ്പോൾ തിരികെ അങ്ങോട്ടേക്ക് പോകുന്നതിനും അതേ ചാർജ് തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് ഇങ്ങോട്ടേക്ക് താഴേക്ക് നടന്നു പോകുമ്പോൾ ബസ് ഡിപ്പോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പൊള്ളാച്ചി ബസ്സെല്ലാം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സീറ്റ് കിട്ടും. അപ്പോഴതാണ് എൻ്റെ ലക്ഷ്യം. എന്തായാലും പൊള്ളാച്ചി ബസ്സിൽ കയറി നമുക്ക് പൊള്ളാച്ചിയിലേക്ക് വിടാം. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ചകളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാര്യം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ആ ഒരു ഹെയർ പിൻ ബെൻറ്റും കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ നേരെ പോയി പൊള്ളാച്ചിയിൽ റൂം എടുത്ത് സ്റ്റേ ചെയ്യുവാണ്. അപ്പോഴതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അപ്പോൾ ശരി, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.